ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമിസ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ ആദ്യം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങോ ഡെഫിനിഷനോ നിർബന്ധമായിട്ടും പഠിക്കുക, എന്തായാലും ചോദിക്കും. നെക്സ്റ്റ്, എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്? ഫിനാൻഷ്യൽ അനാലിസിസിൽ തന്നെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഫിനാൻഷ്യൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല ഫിഗേഴ്സും വെച്ചിട്ട് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വിടുന്നത്. ദെൻ ഇൻറ്റേർണൽ അനാലിസിസ് ആൻഡ് എക്സ്റ്റേണൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അനാലിസിസ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അനാലിസിസ്. ഓക്കെ, അതേപോലെ ലോങ് ടേം അനാലിസിസ് ആൻഡ് ഷോർട്ട് ടേം അനാലിസിസ്. അപ്പോൾ അത് ഈ ടൈപ്പ് അനാലിസിസ് ഇതൊക്കെ ജസ്റ്റ് ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഫിനാൻഷ്യൽ അനാലിസിസ്, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ലോങ് ടേം, ഷോർട്ട് ടേം, ദെൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. പിന്നെ ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലിൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നതാണ്. ഫസ്റ്റ് വൺ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ദെൻ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും, അതേപോലെ കമ്പാരറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ തരും. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഫിഗർ കോമൺ ആക്കി എടുക്കുക, ബേസ് ആക്കി എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയും പ്രോബ്ലം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കമ്പാരറ്റീവ് ഓർ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ ട്രെൻഡ് അനാലിസിസ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ തന്നെ മറ്റൊരു ടൈപ്പാണ് ട്രെൻഡ് അനാലിസിസ്. 2-3 വർഷങ്ങൾ തന്നിട്ട് നെക്സ്റ്റ് 2 വർഷങ്ങളിലെ എമൗണ്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് നമ്മൾ അതിന് മനസ്സിലാക്കി വെക്കുക, ട്രെൻഡ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് ട്രെൻഡ് അനാലിസിസിലും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, തിയറിയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ തിയറിയും പ്രോബ്ലം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, റേഷ്യോ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോ അനാലിസിസ് എന്താണെന്ന് ചോദിക്കും. അതേപോലെ റേഷ്യോ അനാലിസിസിൽ ഡിഫറെൻറ്റ് റേഷ്യോസ് എടുത്തിട്ട് അത് മാത്രം ചോദിക്കാറുണ്ട്. റേഷ്യോ അനാലിസിസ് എന്നുള്ള ആ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റേഷ്യോ അനാലിസിസിൽ നിന്ന് വരും. അപ്പോൾ റേഷ്യോ അനാലിസിസിലേക്ക് അടക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിക്വിഡിറ്റി, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ അസിഡ് ടെസ്റ്റ് റേഷ്യോ എന്താണ് എന്നുള്ളത് 3 മാർക്കിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് റേഷ്യോയിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ പെട്ടതാണ് ലിക്വിഡ് റേഷ്യോ, അതേപോലെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മീനിങ്ങും പഠിക്കുക, 3 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിലും പഠിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ ഫോർമുല ഒക്കെ അറിയാവുന്നതാവും. കറണ്ട് റേഷ്യോ പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ ഫോർമുല ഒക്കെ പഠിച്ചു വെക്കുക. ദെൻ വിൻഡോ ഡ്രസ്സിങ്. ഓക്കെ, വിൻഡോ ഡ്രസ്സിങ് എന്താണ്? പിന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ തന്നെ അടുത്തൊരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് ഷോർട്ടായിട്ട് ചിലപ്പോൾ ചോദിക്കും. ROIയും ROEയും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ EPS, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ EPS എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയുണ്ട്, ഷോർട്ടായിട്ടാണ് ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണം എന്താണ് ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ EPS, ROI, ദെൻ DPS, ഡിവിഡൻഡ് പെർ ഷെയർ എന്താണ് എന്നുള്ളത്, ഇതൊക്കെ അതിൻ്റെ ഫോർമുല തന്നെ ഉണ്ട് അല്ലേ. EPSും DPSനൊക്കെ ആ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ അതിൻ്റെ ഫോർമുലാസ് തന്നെ ഉണ്ട്. ദെൻ ഡുപോണ്ട് ചാർട്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ 3 മാർക്കിന്
ചോദിക്കുള്ളൂ ഡൂപോണ്ട് ചാർട്ടൊക്കെ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പ്രോബ്ലം ചോദിക്കും, എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും പഠിക്കുക. പ്രോബ്ലം എസ് എക്ക് ചോദിക്കും. അതേപോലെ അതിൻ്റെ തിയറി എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് 3 മാർക്കിന് നിങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളതും നോക്കുക. മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ് ഒക്കെ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ റേഷ്യോസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു മൊഡ്യൂളാണിത്, ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. BEPയും അതേപോലെ CVP അനാലിസിസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 6 മാർക്കിൻ്റെത് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർമുല പഠിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, പിന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അത് തിയറി ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് CVP അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ അത് ഒരു 3 മാർക്കിനോ 6 മാർക്കിനോ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ദെൻ കോൺട്രിബ്യൂഷൻ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷന്. ദെൻ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ചാർട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കും, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഓർ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ആ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ വരുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് പഠിക്കുക. ആ ഗ്രാഫൊക്കെ വരച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർജിൻ ഓഫ് സേഫ്റ്റി, എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതും ബ്രേക്ക് ഈവൻ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ക്യാഷ് ബ്രേക്ക് പോയിന്റ്. ദെൻ മേക്ക് ഓർ ബൈ ഡിസിഷൻ, അത് പ്രോബ്ലം ഉണ്ട്, തിയറിയും ചോദിക്കും. പിന്നെ കീ ഫാക്ടർ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ക്വസ്റ്റ്യനാണ് 3 മാർക്കിൻ്റെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 32 ക്വസ്റ്റ്യൻ ഇടാൻ കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഈ 3 മാർക്കിൻ്റെ തന്നെ ഒരു 10-15 ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. പിന്നെ ഷോർട്ട് എസ്സേ ആൻഡ് എസ്സേ പ്രോബ്ലം, എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പലപ്പോഴും ഒരു വർഷം ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ് പിറ്റത്തെ വർഷം നോക്കുമ്പോൾ, പിന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നെ, പാരഗ്രാഫ് ആകുമ്പോൾ അത്ര ഡീപ്പായിട്ട് എഴുതണ്ട, എസ്സേ ആകുമ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് എക്സ്പ്ലെയിൻ നാച്ചുറൽ ആൻഡ് സ്കോപ്പ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കുക, അതിൻ്റെ നാച്ചുറൽ, സ്കോപ്പ്, അതേപോലെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ്, ഇത് പഠിക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ നാച്ചുറൽ ആൻഡ് സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, ആൻഡ് ലിമിറ്റേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇത് പഠിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. പിന്നെ ഡിഫറൻസുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതേപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു വർഷം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചെങ്കിൽ, പിറ്റത്തെ വർഷം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. പല ക്വസ്റ്റ്യനിലും ഈ ഒരു ഡിഫറൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഫിനാൻഷ്യൽ അനാലിസിസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും ടൈപ്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടേം, ലോങ് ടേം, ആ രീതിയിൽ അല്ലെ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ അങ്ങനെ എഴുതാം. അതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതാം. ഓക്കെ. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൂൾസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. ടൂൾസ് ഉണ്ട്, അതേപോലെ ടെക്നിക്സ് ഉണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. റേഷ്യോ ഉണ്ട്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, ഓക്കെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഫോർമുല പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് കുറച്ചെണ്ണം ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ആ റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ക്ലാസിഫിക്കേഷന് ചിലപ്പോൾ എസ്സേ ചോദിക്കും, തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത്യാവശ്യം എഴുതാനും ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്.
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് തിയറി ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്, മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ബാലൻസ് ഷീറ്റ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെയാണ് കമ്പാരറ്റീവ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പലപ്പോഴും ഇതിൽ നിന്ന് ഈ ഡിഫറൻസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും, പ്രോബ്ലം ചോദിക്കും, കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടായിരുന്നു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് വരുന്നതാണ് പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രോബ്ലം ചോദിക്കുന്നതാണ്. കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ട് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി തന്നിട്ടൊക്കെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കും. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസുകളാണ്, പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോയിൽ 3 ആക്ടിവിറ്റി ഉണ്ട്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കുറച്ചധികം കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. ദെൻ പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും, ചോദിച്ചിട്ടുണ്ട് പലവട്ടം, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ കാൽക്കുലേറ്റ് പി വി റേഷ്യോ, ഓക്കെ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അത് പ്രോബ്ലം ചോദിക്കും. 3 മാർക്കിനും അതേപോലെ 6 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അതിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിലും ഔട്ട്പുട്ടിലും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രോബ്ലം ചോദിക്കും. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി, അപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ട് അതിന് ബ്രേക്ക് ഇവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിന് പഠിക്കേണ്ടത് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ബി ഇ പി, വേരിയബിൾ കോസ്റ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പിന്നെ 2 വർഷത്തിൽ പ്രോഫിറ്റ് തരും, എന്നിട്ട് അല്ലെങ്കിൽ സെയിൽസ് തരും, എന്നിട്ട് പറയും പ്രോഫിറ്റ് കാണാൻ അല്ലെങ്കിൽ സെയിൽസ് കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ റേഷ്യോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും ഇതെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ ഗിവൺ റേഷ്യോസ് ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്, കുറച്ച് റേഷ്യോസ് തരും, അതേപോലെ കുറച്ച് ഫിഗറും തരും, എന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കുറേ ഫിഗേഴ്സ്, ഇപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി, സ്റ്റോക്കും ബിൽസ് റിസീവബിളും അതൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും, അതിലൊന്നും എമൗണ്ട് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഗിവൺ റേഷ്യോ ഫൈൻഡ് ഔട്ട്, ഒരു കുറച്ച് റേഷ്യോസ് തരും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്കിംഗ് ക്യാപിറ്റൽ തരും, അതേപോലെ കറണ്ട് റേഷ്യോ തരും, എന്നിട്ട് നമ്മളോട് പറയും കറണ്ട് അസറ്റ് എത്രയാണ്, കറണ്ട് ലാബിലിറ്റി എങ്ങനെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സിമ്പിളായിട്ട് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് റേഷ്യോയും ഇപ്പം അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ തരും, എന്നിട്ട് നമ്മളോട് പറയും കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റൽ, സ്റ്റോക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. എന്തായാലും നല്ല മാർക്കോട് കൂടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങൾക്ക് പാസ്സാവാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.